നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ നാളെ നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ കാനഡയാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പോരാട്ടം അരങ്ങേറുക. ഈ കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയവരാണ് അർജന്റീനയും കാനഡയും. ആ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ഇവരെ പരാജയപ്പെടുത്തിയിരുന്നു. ഹൂലിയൻ ആൽവറസ്, ലൗട്ടറോ മാർട്ടിനസ് എന്നിവരായിരുന്നു അർജന്റീനക്ക് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത്. മെസ്സി അവസരങ്ങൾ പാഴാക്കിയിരുന്നുവെങ്കിലും ആ മത്സരത്തിൽ മികച്ച പ്രകടനം മെസ്സി പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. അർജന്റീന തന്നെയായിരുന്നു ആ മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെമി ഫൈനൽ പോരാട്ടത്തിലും അർജന്റീനക്ക് ആധിപത്യം പുലർത്താൻ കഴിയുമെന്നും അങ്ങനെ വളരെ എളുപ്പത്തിൽ ഫൈനൽ പ്രവേശനം നേടാൻ അർജന്റീനക്ക് സാധിക്കും എന്നുമാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ സെമി ഫൈനൽ വരെയുള്ള ആ ഒരു വഴി അത് താരതമ്യേന വളരെ എളുപ്പമായിരുന്നു. ഫൈനൽ പ്രവേശനവും അർജന്റീനക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ ഇക്വഡോറിനെതിരെയുള്ള മത്സരത്തിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് 11-ൽ മാറ്റങ്ങൾ വരുത്താൻ സ്കലോണി തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും 3 മാറ്റങ്ങളാണ് വരിക. മുന്നേറ്റ നിരയിൽ നിക്കോ ഗോൺസാലസ്, അതുപോലെ തന്നെ ലൗട്ടറോ മാർട്ടിനസ് എന്നിവർക്ക് സ്ഥാനം നഷ്ടമാകും. പകരം ഹൂലിയൻ ആൽവറസ്, ഏഞ്ചൽ ഡി മരിയ എന്നിവരാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവരോടൊപ്പം ലയണൽ മെസ്സിയാണ് മുന്നേറ്റത്തിൽ ഉണ്ടാവുക. മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസിന് സ്ഥാനം നഷ്ടമാകും. പകരം പരേഡസ് ആയിരിക്കും വരിക. ഇനി ലോച്ചെൽസോ അവിടെ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ഈ ഒരു മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. പ്രതിരോധത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അർജന്റീൻ പരിശീലകൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കാനഡ മികച്ച ഒരു പോരാട്ട വീരം പുറത്തെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അർജന്റീനയെ പേടിയില്ലെന്നും തങ്ങളുടേതായ രീതിയിൽ തങ്ങൾ കളിക്കുമെന്നും അവരുടെ പരിശീലകനായ ജസെ മാർഷ് വ്യക്തമാക്കിയിരുന്നു. ആദ്യത്തെ കളിയിൽ മെസ്സിക്ക് അനുവദിച്ചതുപോലെയുള്ള ഒരു സ്വാതന്ത്ര്യം അഥവാ ഒരു ഫ്രീഡം ഇത്തവണ അനുവദിക്കാതിരിക്കുമെന്നും ഇപ്പോൾ ജസെ മാർഷ് പറഞ്ഞിട്ടുണ്ട്. മികച്ച ഒരു പോരാട്ടം കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.